മുൻ മന്ത്രി കെ പി വിശ്വനാഥൻ തൃശ്ശൂരിൽ അന്തരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ 9:35 അന്ത്യമുണ്ടായത്. സൂരജ് സജി നമുക്കൊപ്പം വിശദാംശങ്ങളുമായി അല്പനിമിഷങ്ങൾക്കകം ചേരും. അതിനു മുമ്പ് കെ പി വിശ്വനാഥിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അടുത്ത് നിന്ന് കണ്ട പി പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, പെട്ടെന്ന് താങ്കൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കെ പി വിശ്വനാഥൻ അന്തരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള താങ്കളുടെ പെട്ടെന്ന് വരുന്ന ഓർമ്മ എന്താണ്? SKN തൃശ്ശൂരിലെ പത്രപ്രവർത്തനം നടത്തുന്ന കാലത്ത് വളരെ അടുത്ത ബന്ധം കെ പി വിശ്വനാഥനുമായിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ ആന്റണി കോൺഗ്രസ് അല്ലെങ്കിൽ എ ഗ്രൂപ്പിനെ വളരെ ശക്തമായിട്ട് നയിച്ചിരുന്ന ആളാണ്. പ്രത്യേകിച്ച് മറുഭാഗത്ത് നിൽക്കുന്നത് കെ കരുണാകരനാണ്. കെ കരുണാകരനെ പോലെ ഒരു വലിയ വൻ വൃക്ഷത്തിനെതിരെ ഒരു മറുഭാഗത്തിൻ്റെ ആളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. വളരെ കാർക്കശ്യക്കാരനായിട്ടുള്ള ആളായിട്ടാണ് പുറത്തേക്ക് തോന്നുന്നതെങ്കിലും വളരെ സ്നേഹസമ്പന്നനായിട്ടൊരു വ്യക്തിത്വമായിരുന്നു അതിൻ്റേത്. കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള മനുഷ്യൻ. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കായിക രംഗത്ത് കൂടി അദ്ദേഹം കേരളവർമ്മ കോളേജിൽ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, ഹോക്കിയിൽ കളിച്ചിരുന്നു. അങ്ങനെ സ്പോർട്സ് രംഗത്ത് കൂടി തിളങ്ങിയ ആളാണ്. 67 മുതൽ 70 വരെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിട്ടാണ് രാഷ്ട്രീയത്തിൽ ശക്തനാകുന്നത്. പിന്നീട് 77 മുതൽ അടുപ്പിച്ച് രണ്ട് തവണ കുന്നംകുളത്ത് നിന്ന് MLA ആയിരുന്നു. പിന്നീട് ഒരു സെക്കൻഡ്, UDF കൺവീനറായ MM ഹസൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ MM ഹസൻ, കെ പി വിശ്വനാഥൻ മരിച്ചു. ഒരുപക്ഷെ ഒരുപാട് കാലം നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തവരാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ സ്മരിക്കുന്നത്? വിശ്വനാഥന്റെ മരണ വാർത്ത ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഞാൻ തൃശ്ശൂർ പോയപ്പോൾ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തെ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ രോഗം ശമിച്ചു വരികയാണ്. എന്നാലും ആഴ്ചയിൽ 2-3 ദിവസം ഡയാലിസിസ് ഒക്കെ നടത്തി വളരെ ക്ഷീണിതനായി ആണ് കണ്ടത്. അന്ന് അദ്ദേഹം എന്നോട് ഞാനുണ്ടായിരുന്നു, ശ്രീ ചാണ്ടി ഉമ്മനപ്പോൾ അവിടെ വന്നു, കുറെ കഴിഞ്ഞപ്പോൾ VM സുധീരൻ വന്നു. ഞങ്ങളോടെല്ലാം അന്ന് അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു കുഴപ്പവുമില്ല, ഇനിയും ഇപ്പോഴത്തെ ഈ രോഗ അസുഖത്തിനൊക്കെ ഭേദമുണ്ടായിരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ പെട്ടെന്ന് മരണമൊന്നും എന്നെ പിടികൂടുന്നില്ല എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ പ്രതിസന്ധികളെയും, രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ വളരെ ധീരമായി നേരിട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻനിരയിലെത്തിയ നേതാക്കളിൽ ഒരാളാണ് പി വിശ്വനാഥൻ. അദ്ദേഹം നിരവധി തവണ MLA ആയി, മന്ത്രിയായി, വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം ആദർശനിഷ്ഠമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച് സ്വമേധയാ രാജിവെച്ചു പോയ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയാണ് ശ്രീ വിശ്വനാഥൻ എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. വിശ്വനാഥൻ തൃശ്ശൂർ ജില്ലയിലും അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലും അവിടുത്തെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കറമുരളാത്ത കൈകളുമായി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് വിടവാങ്ങാൻ കഴിഞ്ഞ അപൂർവം വനം വകുപ്പ് മന്ത്രിമാരിൽ ഒരാളാണ്. എല്ലാ നിലയ്ക്കും കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം വ്യക്തിത്വം പ്രദർശിപ്പിക്കുകയും കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള വിശ്വനാഥന്റെ നിര്യാണം കേരളത്തിന്റെ പൊതുജീവിതത്തിനും അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമാണ്. ഞങ്ങളുടെയൊക്കെ ഏറ്റവും ഉറ്റ സുഹൃത്തും സഹപ്രവർത്തകരുമായ വിശ്വനാഥന്റെ നിര്യാണം ഞങ്ങളെല്ലാം വളരെ വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ എന്റെ അഗാധമായ ദുഃഖം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ശ്രീ MM ഹസനാണ് നമുക്കൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. കൊടകരയിൽ നിന്ന് 4 തവണയും അതുപോലെ കുന്നംകുളത്ത് നിന്ന് 2 തവണയും അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 6 തവണ അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായി. ഇപ്പോൾ തൃശ്ശൂർ എലൈറ്റ് ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ VM സുധീരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം. ഈ വാർത്ത അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. എനിക്കറിയാം അങ്ങ് ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. ഈ അടുത്ത കാലം താങ്കൾ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു എന്ന് MM ഹസൻ ഇപ്പോൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. ശ്രീ VM സുധീരൻ, താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്? പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ഒരു അധികായനായിരുന്നല്ലോ കെ പി വിശ്വനാഥൻ. കെ പി വിശ്വനാഥന്റെ വേർപാട് വളരെയേറെ വേദനാജനകമാണ്.
അദ്ദേഹം സഹോദര സ്ഥാനികനാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് വർഷക്കാലം പ്രവർത്തിച്ചതാണ്. തൃശ്ശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി അദ്ദേഹം വരുമ്പോൾ ഞാൻ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ KSU യൂത്ത് കോൺഗ്രസിലുമുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചായിരുന്നു. ആ രീതിയിൽ വന്നു. അദ്ദേഹം പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ചു. കുന്നംകുളത്തുനിന്ന് മത്സരിച്ചു. ആദ്യ തവണ ജയിച്ചില്ല, പിന്നീട് ജയിച്ച് നിയമസഭയിലേക്ക് വന്നു. പിൽക്കാലത്ത് സംസ്ഥാനത്തെ മന്ത്രിയായി. നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള അർപ്പണ ഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ അദ്ദേഹം ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായപ്പോഴേക്കും അദ്ദേഹം രാജിവെച്ചത് യഥാർത്ഥത്തിൽ ഒരു വലിയ മാതൃകയായിരുന്നു. ഒരു തരത്തിലും ശരിക്കും പറഞ്ഞാൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ തന്റെ വിശ്വാസം അനുസരിച്ച് തന്റെ ഉറച്ച നിലപാടുമായി അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ത്യാഗം ചെയ്യാനാണ് തയ്യാറായതാണ്. ഈ രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ സുധീരൻ, ഈ അടുത്ത സമയം താങ്കൾ MM ഹസൻ പറയുന്നുണ്ടായിരുന്നു താങ്കൾ ആശുപത്രിയിൽ പോയി, എലൈറ്റ് ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന്. അത് എന്തായിരുന്നു താങ്കളോട് പറഞ്ഞത്? അപ്പോൾ അന്ന് ഞങ്ങൾ കണ്ടിരുന്നു. കണ്ടപ്പോൾ വളരെ പ്ലസന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പിന്നെ ഡയബറ്റീസ് ഉണ്ട്, പിന്നെ മറ്റു ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ പ്ലസന്റ് ആയിട്ടാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത്. വളരെ പ്ലസന്റ് ആയിട്ടാണ്. അന്ന് പിന്നെ ഞാൻ പോയിരുന്നു, പിന്നെ ഹസൻ പോയിരുന്നു, ചാണ്ടി ഉമ്മൻ പോയിരുന്നു. അന്ന് നമ്മുടെ ഒരു പഴയ സഹപ്രവർത്തനായ VC ഫ്രാൻസിസിന്റെ 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ചൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ KPയുടെ പേര് പറഞ്ഞ് അങ്ങോട്ട് പോയി അദ്ദേഹത്തെ കണ്ടു. പക്ഷെ ഇങ്ങനെ അദ്ദേഹം ഒരു നമ്മൾ നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വളരെ ചിരിച്ച് കളിതമാശകൾ പറഞ്ഞ് ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം ചെലവഴിച്ചതിന് ശേഷമാണ് അന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടതും അങ്ങ് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്ത ദിവസമായിരുന്നു തോന്നുന്നു. അടുത്തിടെ കണ്ടല്ലോ നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ. അതെ, എന്തായാലും അങ്ങിപ്പോൾ തൃശ്ശൂരിലുണ്ടോ? അല്ല, ഞാനിപ്പോ പത്തനംതിട്ട DCC ഈ ശബരിമല പ്രശ്നത്തിൽ സത്യാഗ്രഹം നടത്തുകയാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പത്തനംതിട്ട എത്തിയിരിക്കുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ VM സുധീരൻ. ഒന്നിച്ച് ഒരുപാട് കാലം അവർ ഒന്നിച്ച് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ഇനി തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ നിന്ന് സൂരജ് സജി നമുക്കൊപ്പം ചേർന്ന് ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് 9:35 രാവിലെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെ അവിടെ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ആശുപത്രി അധികൃതർ പറയുന്നത് പെട്ടെന്ന് മരണം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നാണ്? SK അത്തരം ഒരു വിശദീകരണത്തിലേക്ക് ആശുപത്രി വൃത്തങ്ങൾ കടക്കുന്നതുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ അത് പൂർത്തീകരിച്ചു വരികയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലയിലെ ജനകീയ മുഖം ഏറെക്കാലം കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിത്വം, ആ വ്യക്തിത്വം വിടവാങ്ങിയതിൻ്റെ ദുഃഖത്തിൽ തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ്സുകാർ എല്ലാം ഉള്ളത്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും സജീവ സാന്നിധ്യമായി നിന്നതാണ്. ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ എടുത്താലും ഇടതുപക്ഷത്തിൻ്റെ എടുത്താലും എല്ലാവരുടെയും തട്ടകം എന്ന് പറയുന്നത് ഈ കേരളവർമ്മ തന്നെയാണ്. കേരളവർമ്മയിൽ നിന്നാണ് ഈ KP വിശ്വനാഥനും ബിരുദം നേടി പുറത്തിറങ്ങുന്നത്. പിന്നീട് ഇദ്ദേഹം ഏറെക്കാലം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹത്തെ ജില്ലയിൽ കോൺഗ്രസിന്റെ ചുമതലയിലേക്ക് പോലും ഇദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. പിന്നീട് ഏറെക്കാലം KPCCയുമായി ചേർന്ന് പ്രവർത്തിച്ചു. 1967 മുതൽ 1970 വരെയായിരുന്നു ഇദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ചുമതല വഹിച്ചിരുന്നത്. പിന്നീടാണ് ഇദ്ദേഹം ഈ KPCC അംഗമായും പിന്നീട് KPCCയുടെ ഭാഗമായി ഭാരവാഹിത്വം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. പിന്നീട് 1974 1980 കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും 1987 91 96 2001 കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയുണ്ടായി. ഇതിനിടയിൽ 2 തവണ ഇദ്ദേഹം വനമന്ത്രിയായിരുന്നു. ഈ സമയം എടുത്തു പറയേണ്ടത് ഇദ്ദേഹം ഈ മയക്കുമരുന്ന് ലോബികൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ
ഈ പ്രത്യേകിച്ച് കഞ്ചാവ് മാഫിയക്കെതിരെയെല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. വനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം നടത്തിയതിന് ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന് പ്രത്യേക പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഈ ഇരിക്കുന്ന കാലയളവിൽ നടത്താനായി എന്നുള്ളത് ഇപ്പോഴും എടുത്തു പറയുന്നതാണ്. 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം വനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നേരത്തെ MM ഹസനും VM സുധീരനും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടാകുന്നത്. ആ പരാമർശം ഉണ്ടാകുന്ന ഒരു വേളയിൽ അദ്ദേഹം മറ്റാരോടും ഒരു ഉപദേശം നേടാൻ നിന്നില്ല. ആ പരാമർശത്തിന്റെ പുറത്ത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കളങ്കമാണ് ആ പരാമർശം എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അത്തരത്തിൽ ഈ രാഷ്ട്രീയ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുന്ന വേളയിലെല്ലാം തന്നെ ഈ KP വിശ്വനാഥൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു മടങ്ങിവരവ് പോലും പല ഘട്ടങ്ങളിൽ ഉറപ്പാക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ്. എന്തായാലും ഈ ഞാനിപ്പോൾ നിൽക്കുന്ന എലൈറ്റ് ഹോസ്പിറ്റലിൽ 9:35 അദ്ദേഹം വിടവാങ്ങിയത്. എന്തായാലും കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി ഇദ്ദേഹത്തെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിന് ഇവിടെ എത്തിയവർ സന്ദർശിക്കുന്ന വേളയിൽ പോലും ഈ രോഗത്തിന്റെ അവശതകൾ ഒരു ഘട്ടത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളും അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടതാണ്. ആ സമയത്തൊന്നും തന്നെ അദ്ദേഹം ഈ തന്റെ വേദനകൾ അല്ലെങ്കിൽ പലപ്പോഴും ഈ ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ നമ്മളെപ്പോലും എതിരേറ്റിട്ടില്ല. അല്ലെങ്കിൽ വരുന്നവരുടെ മുന്നിലെല്ലാം ചിരിക്കുന്ന മുഖത്തോടു കൂടി സൗഹാർദ്ദപരമായി പെരുമാറുക, കൃത്യമായ രാഷ്ട്രീയം പറയുക, ഈ വേളയിൽ പോലും അതായത് ഈ അവസാന നാളുകളിൽ പോലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പോലും വിശദീകരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള KP വിശ്വനാഥനെയാണ് സഹപ്രവർത്തകർ ഉൾപ്പെടെ കണ്ടത്. എന്തായാലും ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തീരാനഷ്ടം തന്നെയാണ് KP വിശ്വനാഥന്റെ വിടവാങ്ങലിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സൂരജ് സജിയാണ് തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്. ഇന്ന് രാവിലെ 9:35 മുൻ വനംവകുപ്പ് മന്ത്രിയായിരുന്ന KP വിശ്വനാഥൻ അന്തരിച്ചത്. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹവുമായി ഒരുപാട് ബന്ധവും പരിചയമൊക്കെ ഉണ്ടായിരുന്ന PP ജെയിംസ് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. പറയൂ PP ജെയിംസ്, താങ്കളുടെ ഓർമ്മകൾ. SKN ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന വനമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം 91 വനം മന്ത്രിയായ ശേഷം പത്രസമ്മേളനത്തിന് തൃശ്ശൂർ വരുന്നതെന്ന് തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ വനത്തിൽ ഒരുപാട് കൊള്ളയും ഇതൊക്കെ നടക്കുന്നു, മാധ്യമപ്രവർത്തകർക്ക് പോലും വനത്തിനുള്ളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് യാതൊരു ഇതുമില്ല. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. മാധ്യമപ്രവർത്തകർക്ക് ഈ വനം പാലകരുടെ പിന്തുണയോട് കൂടിയിട്ട് വനത്തിൽ പോകാനും കാര്യങ്ങൾ കാണാനും റിപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഉള്ളൊരു സംവിധാനം ഏർപ്പെടുത്തുന്ന എല്ലാ പ്രസ് ക്ലബ്ബുകളെ അത് ബാധകമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ യാത്ര തേക്കടിയിലേക്കായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടി ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. 3 ദിവസം ഞങ്ങൾ അവിടെ ഒരുമിച്ച് താമസിച്ച് ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, ഒരുപക്ഷെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള ആശയം അതിനെതിരെ പോരാടണം. കാരണം കഞ്ചാവ് വളർത്തുന്ന ഒരുപാട് പ്രദേശങ്ങൾ വനം മേഖലയിൽ ഉണ്ടായിരുന്നു. അതിനെതിരെ ഫൈറ്റ് നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ മന്ത്രിയായിരുന്ന ലോനപ്പൻ നമ്പാടിനും അദ്ദേഹവുമായിട്ട് നടന്ന ഒരു വലിയ വാഗ്വാദം തന്നെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ കഞ്ചാവ് തോട്ടമുണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറയുകയും ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും വനത്തിലേക്ക് മത്സരിച്ച് പോകുന്നു. കഞ്ചാവ് തോട്ടം കാണിച്ചു തന്നാൽ അതിന് ഇത് ചെയ്യാം എന്ന് വെല്ലുവിളിക്കുകയാണ് KP വിശ്വനാഥൻ ചെയ്തത്. 2 കൂട്ടരും പോയി. അവസാനം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ 2 കൂട്ടരും തളർച്ചയിലായി അത് പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷേ മയക്കുമരുന്നിനെതിരെ വലിയൊരു വേട്ട ആ സമയത്ത് സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് SKN ഓർക്കുന്നുണ്ടാവും, 91 കരുണാകരൻ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. അതിൽ VM സുധീരൻ മന്ത്രിയാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കരുണാകരൻ VM സുധീരനെ മന്ത്രിയാക്കാൻ സമ്മതിച്ചില്ല. AK ആൻ്റണി നിർബന്ധിച്ചിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. ആൻ്റണി വിഭാഗത്തിൽ അത് വലിയ പ്രശ്നത്തിന് കാരണമായി. ആ സമയത്താണ് KP വിശ്വനാഥൻ പകരമായിട്ട് അവിടെ തൃശ്ശൂരിൽ നിന്ന് വനം മന്ത്രിയായിട്ട് വരുന്നത്. അതിൻ്റെ പേരിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ വളരെ ശക്തമായി നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 91 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് അവിടെ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന് എതിരെ കോടതിയുടെ പരാമർശം വരുന്നു. ചന്ദ്രം ബന്ധപ്പെട്ട് അതുപോലെ സെലക്റ്റീവ് ഫെല്ലിങ്, ഈ കേടായ മരങ്ങൾ മുറിച്ചു മാറ്റാമെന്നത് സംബന്ധിച്ചുള്ളത് വലിയ വിവാദമായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കോടതിയുടെ പരാമർശം വന്ന ഉടനെ തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതില്ലെന്നാണ് അന്ന് KPCCയും പാർട്ടിയുടെ മുഖ്യമന്ത്രിയൊക്കെ ആ തരത്തിൽ രാജിവെക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു.
ഒപ്പം തന്നെ ഈ കെ കരുണാകരനെതിരെ നടത്തിയ ഒരു വലിയ പോരാട്ടം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഉമ്മൻചാണ്ടി രാജിവെക്കുന്നു കെ കരുണാകരനെതിരെ. പക്ഷേ രാജിവെക്കാൻ കെ പി വിശ്വനാഥൻ തയ്യാറായില്ല എന്ന് അന്ന് ആന്റണി വിഭാഗത്തിൽ വലിയതുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവവാസങ്ങൾ. ഏതായാലും 50 വർഷത്തിലേറെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിൽ SKN ഒറ്റ കാര്യം കൂടിയുള്ളത്, അദ്ദേഹത്തിന് 80 വയസ്സ് തികഞ്ഞപ്പോൾ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടവരടക്കം 10,000-കണക്കിന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ പോയി പങ്കെടുത്തതാണ്. എന്താ പറയുക, അത്രയും സ്നേഹമായിരുന്നു ഗ്രാസ് റൂട്ട് ലെവലിൽ അദ്ദേഹത്തിനോട്. അദ്ദേഹം ഒരാളുടെ പ്രശ്നം പറഞ്ഞാൽ അപ്പോൾ ഇടപെട്ട് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ എവിടെ പോകണോ അവിടെയൊക്കെ എത്തുമായിരുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ വിവാഹത്തിൽ എൻ്റെ നാട്ടിൽ വന്ന് പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ് KP വിശ്വനാഥൻ. താങ്ക് യു PP ജെയിംസ്. ആദർശം അയൽവാസിക്ക് തീരെഴുതിയ ഒരു ആസുര കാലത്ത് KP വിശ്വനാഥനെ പോലെയുള്ള ആളുകളുടെ പേരുകൾ വെളിച്ചമായി ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും.